മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മാത്സ് ആണ്. 9th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ്. എല്ലാരും പുതിയ ടെക്സ്റ്റ് ഒക്കെ ആണ്. എല്ലാരും ടെക്സ്റ്റ് ഒക്കെ നോക്കി ഇതെന്താണ് പുതിയ ടെക്സ്റ്റ് ഒക്കെ ആയതുകൊണ്ട് ചെറിയ ചെറിയ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ബേസിക്കിലോട്ട് പോവാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സമവാക്യ ജോഡികൾ എന്നാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്. അപ്പം ആ ചാപ്റ്ററിന്റെ ബേസിക് കാര്യങ്ങളിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് അതിലെ നമ്മള് കുറെ എക്സ് വൈ എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ. അപ്പൊ നമുക്ക് അതിലോട്ട് ആദ്യമേ പോവാം. നമ്മൾ ആദ്യം ബേസിക്കിലേക്കാണ് പോകുന്നത്. ബേസിക്കിൽ തന്നെ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് നമ്മുടെ എക്സ് വൈ എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ നിങ്ങൾ നോക്കി കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ടു കാണും. അപ്പൊ നമുക്ക് അതിലോട്ട് പോവാം. എക്സ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് എക്സ് കൊടുക്കാം. നമുക്ക് ആദ്യം പ്ലസ് മൈനസും എങ്ങനെ പ്ലസ് മൈനസ് ആകുന്നതുകൊണ്ട് മൈനസ് പ്ലസ് ആകുന്നുണ്ട്, അങ്ങനെ കുറെ ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് കണ്ടു കാണും. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് അതില് എക്സ് പ്ലസ് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ എക്സ് എന്ന് കൊടുത്തു. എക്സ് കാണാനും ഒക്കെ നമ്മളുണ്ട്. എക്സ് കാണാനും ഒക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം 8th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതും അതിലുള്ള അതിന്റെ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചതിന്റെ കണ്ടിന്യൂറ്റി ആണ് നമ്മൾ എന്ത് വരും നമ്മുടെ ഈ ടെക്സ്റ്റിലോ 9th സ്റ്റാൻഡേർഡിൽ വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ എക്സ് എന്നൊരു പേര് കൊടുത്തു. എക്സ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എക്സ് പ്ലസ് 10 ഈസ് ഈക്വൽ ടു 50. അതായത് എക്സ് പ്ലസ് 10 ഈസ് ഈക്വൽ ടു 50 എന്ന് കൊടുത്തു. ഓക്കെ, കൊടുത്തപ്പോഴത്തേക്കും നമുക്കിപ്പം അങ്ങനെ എഴുതി. അപ്പം നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് അവിടെ തന്നിട്ടില്ല. അപ്പൊ എക്സ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ആ എക്സ് ആദ്യം എക്സ് എങ്ങനെ കണ്ടുപിടിക്കും എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ 50 എഴുതി. 50 എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്ലസ് എന്ന് പറയുന്നത് നമ്മുടെ സമത്തിന് ഇപ്പുറം പോകുമ്പോൾ അതെന്താവും? മൈനസ് ആവും. നമ്മുടെ ഈക്വൽ ടു, അതായത് നമ്മുടെ എക്സ് പ്ലസ് ആണ് തന്നേക്കുന്നത്. എക്സ് പ്ലസ് ആ സമത്തിനപ്പുറം പോകുമ്പോൾ അതെയും മൈനസ് ആവും. അപ്പൊ ഇത് നേരെ ഇപ്പുറം വരുമ്പോ എന്താവും? മൈനസ് ആവും. മൈനസ് ആവുമ്പോൾ 50 മൈനസ് പ്രത്യേക സംഖ്യയാണ് കൊടുത്തേക്കുന്നത്. 10 ആണ് കൊടുത്തേക്കുന്നത്. പ്ലസിന്റെ അപ്പുറത്ത് കൊടുത്തേക്കുന്നത് ഏതാ? 10 ആണ് കൊടുത്തേക്കുന്നത്. അപ്പം 50 മൈനസ് 10 ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുന്നത്? 50 മൈനസ് 10 എത്രയാണ്? നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എത്രയാണ്? 40. 50 മൈനസ് 50 മൈനസ് 10 എന്ന് പറയുന്നത് 40. 40 ആണ് നമ്മുടെ എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 40. അപ്പൊ നമ്മുടെ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എക്സ് ഈസ് ഈക്വൽ ടു 40 കിട്ടി. ചെയ്തത് നമ്മൾ പ്ലസ് ആണ് ചെയ്തത്. നമ്മൾ പ്ലസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇനി അടുത്തത് മൈനസിലോട്ട് പോവാം. അടുത്ത എന്താണ് കൊടുത്തേക്കുന്നത് വെച്ചാൽ എക്സ് മൈനസ്, അടുത്ത് നമ്മൾ കൊടുക്കുന്നത് എക്സ് മൈനസ് എന്താണ് 5 ഈസ് ഈക്വൽ ടു 30 എന്ന് കൊടുത്തു. ഓക്കെ, എക്സ് മൈനസ് 5 ഈസ് ഈക്വൽ ടു 30 എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് അത് എങ്ങനെ വന്നു, അതെങ്ങനെയാണ് നമുക്ക് 30 കിട്ടി എന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതും ഒന്ന് ചെയ്തു നോക്കാം. ആദ്യം നമ്മള് 30 എന്ന് എഴുതി. 30. അപ്പൊ 30 കഴിഞ്ഞ് ഈ മൈനസ് നമ്മൾ ഇപ്പുറം പോകുമ്പോഴത്തേക്കും അതെന്താവും? പ്ലസ് ആവും. കാരണം മൈനസ് അതിന്റെ സമത്തിന് അപ്പുറം പോകുമ്പോഴത്തേക്കും അത് എന്താവും? പ്ലസ് ആവും. അപ്പൊ മൈനസ് സമത്തിനപ്പുറം പോകുമ്പോൾ പ്ലസ് ആവുന്നതിനാൽ നമ്മൾ പ്ലസ് 5 കൊടുത്തു. ഈസ് ഈക്വൽ ടു 30 പ്ലസ് 5. അതാണ് നമ്മളുടെ സമത്തിനപ്പുറം പോയപ്പോൾ നമുക്ക് അത് കിട്ടിയത് 30 പ്ലസ് 5. അപ്പൊ 30 പ്ലസ് 5 എന്ന് പറഞ്ഞത് 35. അപ്പൊ നമ്മുടെ എക്സ് എന്ന് പറയുന്ന എക്സ് ഈസ് ഈക്വൽ ടു 35 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ളത്. ഫസ്റ്റ് ഇതാണ് കിട്ടിയേക്കുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2x ഈസ് ഈക്വൽ ടു 20. 2x ഈസ് ഈക്വൽ ടു 20 തന്നേക്കുന്നു. 2x ഈസ് ഈക്വൽ ടു 20 തന്നേക്കുന്നു. അത് എങ്ങനെ വന്നു? അല്ലെങ്കിൽ 2x ഈസ് ഈക്വൽ ടു 20 അത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ 2x ഈസ് ഈക്വൽ 20 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റു എക്സ് ആണ് 2x എന്ന് പറയുന്നത്. 2 ഇൻറ്റു എക്സ് ആണ് 2x എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം 20 എന്ന് എഴുതി. അപ്പൊ 2x ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് എപ്പോഴും 2x എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റു എക്സ് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഇൻറ്റു എഴുതി. അപ്പൊ ഇത് സമത്തിനപ്പുറം പോകുമ്പോൾ എന്താവും? ഡിവൈഡ് ചെയ്യാനാവും. അപ്പൊ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യാനാവുമ്പോ 20 ഡിവൈഡ് ബൈ 2 കൊടുത്തു. 20 ഡിവൈഡ് ബൈ 2 കൊടുത്തു. അപ്പൊ എത്ര കിട്ടുമോ നമ്മൾ നോക്കാം. 20 ബൈ 2. അപ്പം എന്താണ്? നമ്മളത് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അത് എത്ര കിട്ടിയെന്ന് എഴുതാം. 10 കിട്ടി നമുക്ക് ആൻസർ. അതാണ് നമ്മുടെ
ഇതാണ് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവുന്നത്, അതായത് ഇൻറ്റു ബൈ ആണ്, ഹരിക്കാനാവുന്നത്, അതിനെയാണ് ഇത് ഇങ്ങനെ പറയുന്നത്. ഇനി ഹരണം എന്താകും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. എക്സ് ബൈ ഫോർ ഈസ് ഈക്വൽ ടു 20 എന്ന് തന്നു. എക്സ് ബൈ 4 ഈസ് ഈക്വൽ ടു 20 എന്ന് തന്നു. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 80. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടെക്സ്റ്റിലെ ഫസ്റ്റ് ക്വസ്റ്റിനോട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഒരു ചെപ്പിൽ എന്താണ് കറുപ്പും വെളുപ്പുമായി 100 മുത്തുകളുണ്ട്. വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പിന്. കറുപ്പ് എത്ര, വെളുപ്പ് എത്ര? അപ്പം മുത്തുകളാണ് നമ്മളുടെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. മുത്തുകൾ എത്ര എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. പക്ഷെ ടോട്ടൽ എത്ര മുത്തുകൾ തന്നിട്ടുണ്ട്? 100 മുത്തുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ കറുത്ത മുത്തുകൾ എത്ര, വെളുത്ത മുത്തുകൾ എത്ര എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോ നമുക്ക് വെളുത്ത മുത്തുകൾ എത്രയെന്ന് നോക്കാം. വെളുത്ത മുത്തുകൾ വെളുത്ത മുത്ത് നമ്മള് എക്സ് എന്ന് എടുക്കുന്നു. വെളുത്ത മുത്തിനെ നമ്മള് എക്സ് എന്ന് എടുക്കുന്നു. അടുത്തത് കറുത്ത മുത്തുകൾ. കറുത്ത മുത്തുകൾ എക്സ് പ്ലസ് 10 എന്ന് എടുക്കാം നമുക്ക്. കാരണം എന്തെന്ന് വെച്ചാൽ വെളുത്ത മുത്തിനേക്കാൾ 10 കൂടുതലാണ് കറുത്ത മുത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? 100 മുത്തുകളുണ്ട്. അതില് ഈ മുത്തുകളില് വെളുത്ത മുത്തിനേക്കാൾ 10 കൂടുതലാണ് കറുത്ത മുത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സ് പ്ലസ് 10 എന്ന് എടുക്കുന്നു. എക്സ് എന്ന് പറയുന്നത് വെളുത്ത മുത്ത്. അപ്പൊ നമ്മൾ എക്സ് പ്ലസ് 10 എന്ന് എടുക്കുന്നു. എക്സ് പ്ലസ് 10 എന്ന് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്താക്കാം? നമ്മുടെ വെളുത്ത മുത്തുകളുടെ കറുത്ത മുത്തുകളുടെ എണ്ണം കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് എക്സ് എടുത്തു. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ വെളുത്ത മുത്തുകളുടെ എണ്ണം എക്സ് എന്ന് എടുത്തു. പ്ലസ് എക്സ് പ്ലസ് 10 ഈസ് ഈക്വൽ ടു 100. എന്താണ്? വെളുത്ത മുത്തുകളും കറുത്ത മുത്തുകളും കൂടെ ചേരുമ്പോൾ എത്ര ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്? 100 ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മള് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈസ് ഈക്വൽ ടു 100 കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു പ്രോബ്ലം പോലാണ് നടക്കുന്നത്. എന്താണ്? എക്സ് പ്ലസ് 10 ഈസ് ഈക്വൽ ടു 100 എന്നാണ് നടക്കുന്നത്. ഇതിനൊരു മാറ്റം വേണം. ഇതിന് എന്താണ്? നമ്മൾ ഇതൊരു പ്രോബ്ലം പോലെ നടക്കുന്നത്. ഈ പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഈ പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം. നമുക്ക് എന്താണ് എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2x എന്ന് എടുക്കാം. 2x എന്ന് എടുത്തു. എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ 2x എന്ന് എടുത്തു. 2x എന്ന് എടുത്തിട്ട് പ്ലസ് 10 ഈസ് ഈക്വൽ ടു 100 എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് ഇതിനെ വീണ്ടും സോൾവ് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ പ്ലസിനെ നേരെ അപ്പുറത്ത് കൊണ്ടുവരും. കാരണം 2x നമുക്ക് 2x അല്ലേ കണ്ടത്. അപ്പൊ നമ്മൾ ഈ പ്ലസ് 10നെ നേരെ അപ്പുറത്ത് കൊണ്ടുവരും. അപ്പൊ എന്തായി? -10 ആവും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്ലസ് സമത്തിന് അപ്പുറം പോയി കഴിഞ്ഞാൽ എന്താവും എന്ന് പറഞ്ഞിട്ടുണ്ട്? മൈനസ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പ്ലസ് 10നെ നേരെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് -10 ആക്കി. -10 ആക്കിയപ്പോ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 90 കിട്ടിയ ആൻസർ. 90 കിട്ടിയ ആൻസർ. അപ്പൊ ഈസ് ഈക്വൽ ടു 2x ഈസ് ഈക്വൽ ടു 90 കിട്ടി. 2x ഈസ് ഈക്വൽ ടു 90 കിട്ടി. അപ്പൊ നമുക്ക് 2xനെ നമ്മൾ സമത്തിന് അപ്പുറം കൊണ്ടുവരുന്നത്. സമത്തിന് അപ്പുറം കൊണ്ടുവന്നപ്പോഴത്തേക്കും നമ്മൾ അതിനെ 90 ബൈ ഏതാണ് 2 വരുന്നുണ്ട്. 2നെയാണ് നമ്മൾ സമത്തിന് അപ്പുറം കൊണ്ടുവന്നത്. 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞിരുന്നു. ആ 2നെ നമ്മൾ സമത്തിന് അപ്പുറം കൊണ്ടുവന്നത് 90 ബൈ 2 ആയി. ഈസ് ഈക്വൽ ടു നമ്മൾ 90നെ എന്താണ് ഭാഗിക്കണം അല്ലെങ്കിൽ ഹരിക്കണം. ഹരിക്കുമ്പോഴത്തേക്കും 90 ബൈ 2 ആയി. 90 ബൈ 2 ആയി. നമ്മൾ ഹരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് 2 ഇൻറ്റു എക്സിനെ സമത്തിനപ്പുറം കൊണ്ടുവന്നപ്പോഴത്തേക്കും 90 ബൈ ആയി. 90 ഡിവൈഡഡ് ബൈ 2 ആയി. 90 ഡിവൈഡഡ് ബൈ 2 ആയി. അപ്പോഴത്തേക്കും നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 45 എന്ന് ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ എന്താണ്? 45. അപ്പൊ നമുക്ക് നമ്മൾ ആദ്യം കണ്ടത് ഇപ്പൊ എക്സ് നമ്മൾ വെളുത്ത മുത്തുകളിൽ നിന്നാണ് എടുത്തത്. വെളുത്ത മുത്തുകളിൽ നിന്ന് എക്സ് എടുത്തപ്പോഴത്തേക്കും നമ്മുടെ എക്സ് ആണ് നമ്മളിപ്പോ കണ്ടത്. എക്സ് ഈസ് ഈക്വൽ ടു 45. എക്സ് ഈസ് ഈക്വൽ ടു 45 എന്ന് കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു 45 എന്ന് കിട്ടിയപ്പോഴത്തേക്കും നമ്മുടെ അപ്പൊ കറുത്ത മുത്തുകൾ എത്രയാണ് എന്നാണ് അറിയേണ്ടത്. അപ്പൊ കറുത്ത മുത്തുകൾ എത്രയാണെന്ന് അറിയാം. അപ്പൊ പറഞ്ഞിട്ടുണ്ട് കറുത്ത മുത്തുകള് വെളുത്ത മുത്തുകളിനേക്കാളും 10 കൂടുതലാണ് കറുത്ത മുത്തുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? വെളുത്ത മുത്തുകളിനേക്കാളും 10 മുത്തുകൾ കൂടുതലാണ് കറുത്ത മുത്തുകൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എഴുതാം കറുത്ത മുത്ത്.
കറുത്ത മുത്ത് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 ആണ്. കാരണം എക്സ് നമ്മൾ കണ്ടു, എക്സ് എത്രയാണ്, എക്സ് ഈസ് ഈക്വൽ ടു 45 എന്ന് കണ്ടു. അപ്പൊ 45 പ്ലസ് 10 ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ കറുത്ത മുത്തുകൾ എന്ന് പറയുന്നത്. കാരണം വെളുത്ത മുത്തിനേക്കാൾ 10 കൂടുതലായിരിക്കും കറുത്ത മുത്ത് നമ്മൾ പറഞ്ഞിരുന്നു. വെളുത്ത മുത്തിനേക്കാൾ 10 കൂടുതലായിരിക്കും കറുത്ത മുത്ത് എന്ന് പറഞ്ഞിരുന്നോണ്ട് തന്നെ നമ്മളെന്താണ് നമ്മളെ വെളുത്ത മുത്തുകൾ നമ്മൾ കണ്ടു 45 എന്ന് കണ്ടു. അതുപോലെ തന്നെ അതുകൊണ്ട് 10 പ്ലസ് ചെയ്യുക. എന്താണ് കറുത്ത മുത്തിനേക്കാൾ 10 പ്ലസ് ചെയ്യുക. അപ്പൊ 45 പ്ലസ് 10 എത്ര കിട്ടി? 55. അതാണ് നമ്മുടെ വെളുത്ത മുത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത്. വെളുത്ത മുത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് 45. കറുത്ത മുത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് 55 ആണ്. കറുത്ത മുത്തുകളുടെ എണ്ണം ഒന്നുകൂടെ പറയാം. നമ്മുടെ എക്സ് കണ്ടുപിടിച്ചു. നമ്മുടെ എക്സ് എന്ന് പറയുന്നത് 45 കണ്ടുപിടിച്ചു. 45 കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ടത് കറുത്ത മുത്തുകളുടെ എണ്ണമാണ്. കറുത്ത മുത്തുകളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട് 10 കൂടുതലാണെന്ന് പറഞ്ഞിട്ടുള്ളത് തന്നെ കറുത്ത മുത്തുകളുടെ എണ്ണം 10 കൂടുതൽ കറുത്ത മുത്തുകളുടെ എണ്ണം 10 കൂടുതലാണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എക്സ് പ്ലസ് 10 ആണ് ചെയ്യുന്നത്. അപ്പൊ എക്സ് കണ്ട് 45 എന്ന് കണ്ടു കഴിഞ്ഞു. എക്സ് ഈസ് ഈക്വൽ ടു 45 പ്ലസ് 10 ഈസ് ഈക്വൽ ടു 55. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 45 പ്ലസ് 10 കറുത്ത മുത്തുകളുടെ എണ്ണം. കാരണം കറുത്ത മുത്ത് 10 കൂടുതലായതുകൊണ്ട് നമ്മൾ വെളുത്ത മുത്തുകളുടെ എണ്ണം 45 എന്ന് എടുത്തിട്ട് അതിന്റെ കൂടെ 10 കൂട്ടിയപ്പോ നമ്മുടെ കറുത്ത മുത്തുകളുടെ എണ്ണം 55 എന്ന് കിട്ടി. ഇന്ന് നമ്മളിവിടെ പഠിച്ച കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.